ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് നോക്കിക്കുകയും ഹവ്വ പഴം പറിച്ച് തിന്നാൻ പോകുന്ന രംഗം, അത് ഹവ്വയും കൂടെ ഒരുമിച്ചായിരിക്കുന്നു, നടക്കുന്നു, അതവിടെ ഇരിക്കുന്നു. ഒരുപക്ഷെ ഹവ്വയുടെ പിന്നെ നടക്കാൻ പോകുന്നു, ചുറ്റി നടക്കുന്നു. അങ്ങനെ നടന്ന് ഈ വിലക്കപ്പെട്ട കനിയുള്ള വൃക്ഷത്തിന്റെ അടുത്തേക്ക് ചെല്ലുന്നത് ദൈവമായ കർത്താവ് കാണുന്നുണ്ട്, ഇല്ലേ? കാണുന്നുണ്ട്. അങ്ങനെ ചെല്ലുന്നു, ആ മരത്തിന്റെ അടുത്തേക്ക് ചെല്ലുന്നു, സർപ്പത്തോട് സംസാരിക്കുന്നു, കൈ നീട്ടുന്നു. ഇത് മുഴുവൻ ദൈവം കാണുന്നില്ലേ? അങ്ങനെ ഇത് മുഴുവൻ കാണുന്ന തമ്പുരാൻ അവിടെ ഒന്ന് വിചാരിക്കുക, ഒരൊറ്റ പറച്ചില്, ആരാടി, എവിടെ പോവാ? ഇങ്ങനെ ഒന്ന് ഉറക്കം ചോദിച്ചിരുന്നെങ്കിൽ, ഒരു വഴക്ക് പറഞ്ഞിരുന്നെങ്കിൽ, ഹവ്വ അപ്പോഴേ ഞടുകി ഓടി തിരിച്ചു വന്നിട്ട് അതിന്റെ മക്കൾ വന്ന് പമ്മി ഇരുന്നേരം ഞാനൊന്നും അറിഞ്ഞില്ലെന്ന മട്ടില്. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. കർത്തൃ പ്രാർത്ഥനയെക്കുറിച്ച് നമ്മൾ എടുക്കുന്നതായ തിരുവചന വിചിന്തന പരമ്പരയുടെ 41-ാമത്തെ സെഷനിലേക്ക് ഈശോയുടെ നാമത്തിൽ ഹൃദ്യമായ സ്വാഗതം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സഹോദരങ്ങളെ, അങ്ങയുടെ നാമം പൂജിതമാകണമേ എന്നുള്ള ഒന്നാമത്തെ യാചന കർത്തൃ പ്രാർത്ഥനയിലേത്. അതിൻ്റെ ആഴങ്ങളിലേക്ക് നമ്മൾ ഇറങ്ങുമ്പം ഈ ദൈവത്തിൻ്റെ നാമം എന്തുകൊണ്ടാണ് ഇത്രയും പൂജിതമാകേണ്ടത് നമ്മുടെ ജീവിതങ്ങളിൽ, ദൈവത്തെ അറിയുമ്പോൾ നമുക്കത് ആ ബഹുമാനത്തിൻ്റെ, ആരാധനയുടെ, സ്തുതിയുടെ ഒരു അനുഭവം സ്വന്തമാക്കാൻ പറ്റുന്നത്. നമ്മൾ ഈശോ വെളിപ്പെടുത്തിയ പിതാവിനെ അറിയാനായിട്ട് നമ്മൾ കഴിച്ചിട്ട് നോക്കുകയായിരുന്നു. നമ്മൾ കണ്ടതായ കാര്യങ്ങളെല്ലാം കൂടെ ചുരുക്കി പറഞ്ഞാൽ ദൈവത്തെക്കുറിച്ച് 3 കാര്യങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാനായിട്ട് പറ്റും. ഒന്ന്, ദൈവം എപ്പോഴും അവിടുന്ന് മനുഷ്യമക്കൾക്ക് നൽകിയ സ്വാതന്ത്ര്യത്തെ മാനിക്കുന്നു. പ്രഭാഷകന്റെ പുസ്തകത്തിന് 15-ാമത്തെ അധ്യായത്തില് 14 തിരുവചനങ്ങളിൽ നമ്മളിങ്ങനെ വായിക്കുന്നല്ലോ, ആദിയിൽ കർത്താവ് മനുഷ്യനെ സൃഷ്ടിച്ചു, അവന് സ്വാതന്ത്ര്യവും നൽകി. മനസ്സ് വെച്ചാൽ നിനക്ക് കൽപ്പനകൾ പാലിക്കാൻ സാധിക്കും. വിശ്വസ്തതാപൂർവം പ്രവർത്തിക്കണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് നീയാണ്. അഗ്നിയും ജലവും അവിടുന്ന് നിന്റെ മുൻപിൽ വച്ചിരിക്കുന്നു. ഇഷ്ടമുള്ളത് എടുക്കാം. ജീവനും മരണവും മനുഷ്യന് മുമ്പിലുണ്ട്. ഇഷ്ടമുള്ളത് അവൻ ലഭിക്കും. അപ്പൊ കഴിഞ്ഞ ദിവസം നമ്മൾ കാണുകയുണ്ടായി, ഇതാണ് ശിക്ഷാവിധി. ദൈവമായിട്ട് ശിക്ഷിക്കുന്നതല്ല. കലിങ്ങിന്റെ കീഴെ ആൾക്കാർ കയറി കഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അത് അവര് തിന്മയെ ഇഷ്ടപ്പെട്ട് സ്വീകരിച്ചത് കൊണ്ടാണ്. പന്നിക്കൂട്ടി തൂർത്ത് കിടന്ന് കഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അത് അവൻ സ്വതന്ത്ര മനസ്സിലെ അപ്പനെ ഇട്ടിട്ടിറങ്ങി പോയത് കൊണ്ടാണ്. അപ്പൊ ഇത് പഴയ നിയമത്തിൽ തന്നെ പ്രഭാഷകർ നമ്മൾ ആഴമായിട്ട് കാണുകയാണ്. വീണ്ടും ഇതിനെ വായിക്കുമ്പോൾ താഴെ നമ്മൾ തുറന്ന് വായിക്കുകയാണ്. 20-ാം വാക്യം, പാപം ചെയ്യാൻ അവിടുന്ന് ആരോടും കൽപ്പിച്ചിട്ടില്ല, ആർക്കും അനുവാദം കൊടുത്തിട്ടുമില്ല. പാപം ചെയ്യാൻ അനുവാദം കൊടുത്തിട്ടില്ല, കൽപ്പിച്ചിട്ടില്ല, അനുവാദം കൊടുത്തിട്ടില്ല, സ്വാതന്ത്ര്യം കൊടുത്തിട്ടുണ്ട്. ദൈവത്തിന്റെ തിരുമനസ്സാണ് തിരുവചനങ്ങളിലൂടെ അവിടുന്ന് വെളിപ്പെടുത്തിയിരിക്കുന്നത്. തിരുവചനങ്ങൾ അനുസരിച്ച് പോകുമ്പോൾ ദൈവത്തിന്റെ തിരുമനസ്സിനോട് ചേർന്ന് വരികയാണ്. ദൈവത്തിന്റെ വചനം വിട്ട് തിരുമനസ് വിട്ട് നമ്മൾ പോകാൻ ഇടവരുമ്പം നമുക്ക് നൽകിയ സ്വാതന്ത്ര്യം നമ്മൾ ദുരുപയോഗിക്കുകയാണ്. അങ്ങനെ വരുമ്പോൾ ദൈവം അനുവദിച്ചിട്ടില്ലാത്തത് നമ്മൾ കയറി സ്വന്തമാക്കുകയാണ്. 20-ാമത്തെ വാക്യം നമ്മൾ വായിക്കുകയാണ്, പാപം ചെയ്യാൻ അവിടുന്ന് ആരോടും കൽപ്പിച്ചിട്ടില്ല, ആർക്കും അനുവാദം കൊടുത്തിട്ടുമില്ല. അപ്പൊ സ്വാതന്ത്ര്യം കൊടുത്തു, പാപം ചെയ്യാൻ കൽപ്പിച്ചിട്ടില്ല, അവിടെ ഒട്ടും ആഗ്രഹിക്കുന്നില്ല ജീവന്റെ വഴി വിട്ടുപോയി അപകടത്തിൽ പെടണമെന്ന്. അനുവാദവും കൊടുത്തിട്ടില്ല, പക്ഷെ സ്വാതന്ത്ര്യം കൊടുത്തിട്ടുണ്ട്. സ്വാതന്ത്ര്യം കൊടുത്തിട്ടുണ്ട്. അത് വെച്ച് ദൈവത്തിന്റെ അനുവാദം ഇല്ലാതെ നമ്മൾ വഴി മാറിപ്പോയാൽ അപകടത്തിൽപ്പെടും. ടണലിന്റെ പുതിയ വിങ്ങിലേക്ക് കയറി പോകാൻ ആർക്കും അനുവാദമില്ല. എന്നിട്ടും സെക്യൂരിറ്റിക്കാരന്റെ കണ്ണു വെട്ടിച്ചിട്ട് അനുവാദം ഇല്ലാത്തടത്ത് കയറിപ്പോയി അപകടത്തിൽപ്പെടുന്ന ടൂറിസ്റ്റുകളെ പറ്റി പറഞ്ഞതുപോലെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന സ്വാതന്ത്ര്യം, അത് ഉൽപ്പത്തി 1:26 പറയുന്ന നമുക്ക് നമ്മുടെ സാദൃശ്യത്തിലും ഛായയിലും മനുഷ്യനെ സൃഷ്ടിക്കാം എന്ന് പറയുന്ന ദൈവത്തിന്റെ നന്മയുടെ ഒരു പ്രകടിപ്പിക്കലാണ്. ദൈവം അതുവരെ സൃഷ്ടിച്ച മറ്റ് ജീവജാലങ്ങൾ മുഴുവനും സ്വതന്ത്ര മനസ്സില്ലാത്തവരായിട്ടാണ്. ഈ പട്ടിയും മൂർഖമ്പാമ്പും കടുവയും സിംഹവും ആനയും കാട്ടാനയും എന്തും ആയിക്കോട്ടെ, അതിനൊന്നും സ്വതന്ത്ര മനസ്സിലാവുക, അവയ്ക്കൊന്നും പാപം ചെയ്യാൻ പറ്റിയല്ല. ദൈവം വെച്ചതായ ഇൻസ്റ്റിങ്ക്റ്റ് വെച്ചത് പ്രവർത്തിക്കുന്നു. വിശന്നാൽ എന്തിനെങ്കിലും കയറി പിടിച്ച് തിന്നും. ഭയം വന്നാൽ ഓടും. രക്ഷ പറ്റിയെന്നോ തിരിഞ്ഞ് ആക്രമിക്കും. അത് ആരെ എന്നൊന്നും ഓട്ടമില്ല, അത്രേ ഓടും. അവിടെ അതിൻ്റെ പ്രവൃത്തിക്ക് അതിന് പാവമില്ല.
പക്ഷെ അരൂപിയുടെ മേഖല മാലാഖമാരെയും ഭൗതിക മേഖലയിൽ മനുഷ്യരെയും ദൈവം സൃഷ്ടിച്ചപ്പോൾ സ്വതന്ത്ര മനസ്സ് കൊടുത്തു. ഭൂമിയിൽ പാപം ചെയ്യാൻ സാധിക്കുന്ന ഒറ്റ സൃഷ്ടിയോട് മനുഷ്യൻ മാത്രമേ ഉള്ളൂ. ആ ദൈവം തൻ്റെ സാദൃശ്യമായി നമുക്ക് തരാൻ തീരുമാനിച്ചത് കൊണ്ടാണ്. ദൈവത്തിന് വലിയ നന്മയാണ്. അല്ലെങ്കിൽ ദൈവത്തിന് മനുഷ്യനെയും കൂടെ ഈ പട്ടിയെ പൂച്ചയന്മാരെ ഉണ്ടാക്കി വെക്കാമെന്ന് ഒരിക്കലും പാപം ചെയ്യുകയല്ല. പക്ഷെ ഇങ്ങനെ നടക്കും. അങ്ങനെയല്ല. ദൈവത്തെ പോലെ കാര്യങ്ങൾ അറിഞ്ഞ് സ്വമേധ തീരുമാനമെടുത്ത് തമ്പുരാനെ സ്നേഹിച്ചുകൊണ്ട് ദൈവത്തിന് ചേർന്ന മക്കളായിട്ട് നമ്മൾ വളരണം, കയറി വരണം, ദൈവത്തെ അനുഭവിക്കണം എന്ന് ദൈവം ആഗ്രഹിച്ചു. അതിൻ്റെ ഒരു മറുവശമാണ് ദൈവത്തിൻ്റെ നന്മയെ നമ്മൾ അവഗണിച്ച് പോകുമ്പോൾ ദൈവം നൽകിയ സ്വാതന്ത്ര്യത്തെ നമ്മൾ ദുരുപയോഗിച്ച് പോകുമ്പോൾ ഭവിക്കുന്നതായ ഭവിഷ്യത്ത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ദൈവം നമുക്ക് നൽകിയ സ്വാതന്ത്ര്യം അതിന് ദൈവം എപ്പോഴും മാനിക്കും. എന്തുമാത്രം മാനിക്കും? ആ സ്വാതന്ത്ര്യം ദുരുപയോഗിച്ച് അവിടുത്തെ വേദനിപ്പിക്കാനും മുറിപ്പെടുത്താനും അപമാനിക്കാനും നമ്മളെ അനുവദിക്കാൻ മാത്രം പോലും ആ സ്വാതന്ത്ര്യത്തെ മാനിക്കുന്ന ഒരു ദൈവം. ധൂർത്തപുത്രൻ തൻ്റെ വിധം ചോദിച്ചുകൊണ്ട് മല്ലടിച്ച് നിൽക്കുമ്പം അപ്പൻ ആ വസ്തു വീതിച്ചു കൊടുത്തുവെന്നാണ് ഈശോ പറയുന്നത്. സ്വർഗത്തിലെ അപ്പൻ്റെ ഒരു ചിത്രമാണല്ലോ ആ ധൂർത്തപുത്രൻ്റെ പിതാവ്. ഭൂമിയിൽ ഏതെങ്കിലും അപ്പനാണെങ്കിൽ ഒരു മകൻ കള്ളുകുടി തൂർത്തടിക്കാനായിട്ട് വസ്തു വീതം ചോദിച്ചാൽ എടുത്ത് കൊടുക്കുകയല്ല. നനയ്ക്കാൻ എഴുത്താൽ ഇതിൻ്റെ മക്കളുടെ പേര് എഴുതിയിട്ടേക്കാം പറമ്പ് എന്ന് പറയുന്ന കാരണന്മാരെങ്കിലും പ്രകടിട്ടുണ്ട്. ഒരു സ്വർഗസ്ഥനായ ദൈവം അങ്ങനെയല്ല. തൂർത്തടിച്ച് നശിപ്പിച്ച് തന്നെ ഇട്ടിട്ട് ഉപേക്ഷിച്ചു പോയി കുടുംബത്തിന് ദുഷ്പേരുണ്ടാക്കാൻ കാണുന്നത് കണ്ടിട്ടും അവനെയും ആ സ്വാതന്ത്ര്യത്തെ മാനിച്ചുകൊണ്ട് സ്നേഹിക്കുന്ന ഒരു ദൈവം. പത്രോസ് തള്ളി പറഞ്ഞ് തന്നെ ഉപേക്ഷിക്കും, വേദനിപ്പിക്കും എന്ന് അറിഞ്ഞിട്ടും അതിന് അനുവദിക്കുന്ന ദൈവം ഈശോ. അതിനപ്പുറം പ്രാർത്ഥിച്ച് കാത്തിരിക്കുന്ന ഒരു ഈശോ. യോഹന്നാൻ 13:26 നമ്മൾ കണ്ടതാണ്. യൂദാസിനോട് പറഞ്ഞു, നീ ചെയ്യാതിരിക്കുന്ന വേഗം ചെയ്യുക. ഏത്? തന്നെ വിറ്റ് കാശാക്കിയിട്ട് തന്നെ മരണത്തിലേക്ക് ഒറ്റിക്കൊടുക്കാൻ. അപ്പൊ അത് ആണ് ചെയ്യാൻ പോകുന്ന അറിഞ്ഞിട്ടും വേദനയോടെ ആണെങ്കിലും യൂദാസിന്റെ സ്വാതന്ത്ര്യം മാനിക്കുന്ന ഒരു ദൈവം. ഇതാണ് നമ്മുടെ ദൈവം, അവിടുത്തെ നന്മ. ഇത് നമുക്ക് ഈ നന്മ നമ്മൾ അവധാനപൂർവ്വം ചിന്തിച്ച് ധ്യാനിച്ച് ഉൾക്കൊള്ളണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് നോക്കിക്കുകയും ഹവ്വ പഴം പറിച്ച് തിന്നാൻ പോകുന്ന രംഗം. അത് ഹവ്വയും കൂടെ ഒരുമിച്ചായിരിക്കുന്നു, നടക്കുന്നു, അതവിടെ ഇരിക്കുന്നു. ഒരുപക്ഷെ ഹവ്വയുടെ പിന്നെ നടക്കാൻ പോകുന്നു, ചുറ്റി നടക്കുന്നു. അങ്ങനെ നടന്ന് ഈ വിലക്കപ്പെട്ട കനിയുള്ള വൃക്ഷത്തിൻ്റെ അടുത്തേക്ക് ചെല്ലുന്നത് ദൈവമായ കർത്താവ് കാണുന്നുണ്ട്, ഇല്ലേ? കാണുന്നുണ്ട്. അങ്ങനെ ചെല്ലുന്നു, ആ മരത്തിൻ്റെ അടുത്തേക്ക് ചെല്ലുന്നു, സർപ്പത്തോട് സംസാരിക്കുന്നു, കൈ നീട്ടുന്നു. ഇത് മുഴുവൻ ദൈവം കാണുന്നില്ലേ? അങ്ങനെ ഇത് മുഴുവൻ കാണുന്ന തമ്പുരാൻ അവിടെ ഒന്ന് വിചാരിക്കുക, ഒരൊറ്റ പറച്ചില്, ആരാടി, എവിടെ പോവാ? ഇങ്ങനെ ഒന്ന് ഉറക്കം ചോദിച്ചിരുന്നെങ്കിൽ, ഒരു വഴക്ക് പറഞ്ഞിരുന്നെങ്കിൽ ഹവ്വ അപ്പോഴേ ഞടുകി ഓടി തിരിച്ചു വന്നിട്ട് അതിൻ്റെ മക്കൾ വന്ന് പമ്മി ഇരുന്നേരെ ഞാനൊന്നും അറിഞ്ഞിരുന്ന മട്ടിൽ. കണ്ടോ? അങ്ങനെയല്ല. തൻ്റെ വാക്കുകൾ കൽപ്പന കൊടുത്തു, അത് ലംഘിക്കാൻ ഹവ്വയും ആദത്തെയും അനുവദിക്കാൻ മാത്രം പോലും താൻ കൊടുത്ത സ്വാതന്ത്ര്യം മാനിച്ചുകൊണ്ട് അവരെ സ്നേഹിക്കുന്ന ഒരു ദൈവം. ഈ ദൈവത്തെ നമുക്ക് തിരിച്ചറിയണം, ധ്യാനിച്ചെടുക്കണം സ്നേഹമുള്ളവരെ. രണ്ടാമത്തെ കാര്യം, ഇങ്ങനെയുള്ള സ്വാതന്ത്ര്യം നമ്മൾ ഒരു വ്യക്തി ദുരുപയോഗിച്ചുകൊണ്ട് പോയി ഏത് തിന്മയും പാപവും ചെയ്ത് എത്ര ദൈവത്തെ വേദനിപ്പിച്ച് പുറപ്പെടുത്തി നീങ്ങിയാലും ഒരിക്കലും കുറ്റം വിധിക്കാത്ത ദൈവം. അത് നമ്മൾ കണ്ടു കഴിഞ്ഞ കാര്യമാണ്. പഴം പറിച്ച് എന്ന ആദോവയും അന്ന് വൈകുന്നേരം ദൈവങ്ങളുടെ മക്കളെ എന്ന് പറഞ്ഞുകൊണ്ട് വിളിച്ചുകൊണ്ട് വന്നു. കുറ്റപ്പെടുത്താത്ത ദൈവം. സുഹൃത്തുക്കൾ തിരിച്ചു വരുമ്പോൾ ഓടി കെട്ടിപ്പിടിക്കുക. നീ എന്നാ പണിയാടാ കാണിച്ചത്, ഞാൻ നിന്നെ പറഞ്ഞതല്ലേ പോകരുതെന്ന്. ഇവ നിനക്ക് മനസ്സിലായോടാ? അറിയാത്ത വിടക്ക് ചൊറിയുമ്പോൾ അറിയാറാകും. അനുഭവിച്ചോ? ഒരു കുറ്റപ്പെടുത്തലുമില്ല, ഒരിക്കലും കുറ്റപ്പെടുത്താത്ത ദൈവം. യോഹന്നാൻ 16:8-9 നമ്മൾ കണ്ടതല്ലേ? പാപത്തെക്കുറിച്ച് കുറ്റപ്പെടുത്തലും ബോധ്യപ്പെടുത്താൻ വേണ്ടി കാത്തു നിൽക്കുന്ന ഒരു ദൈവം. യൂദാസ്കറിയാത്ത വഞ്ചനയുടെ ചുംബനമായിട്ട് ഒറ്റിക്കൊടുക്കാൻ വരുമ്പോഴും ആ ചുംബനം കവിളുത്ത് സ്വീകരിക്കാനായിട്ട് നിൽക്കുന്നു. അവിടെയും ഒരു ബോധ്യപ്പെടുത്തലിൻ്റെ ശ്രമമാണ്. സ്നേഹിത, ചുംബിച്ചുകൊണ്ടാണോ നീ നിന്റെ ഗുരുവിനെ ഒറ്റിക്കൊടുക്കുന്നത്? അത് ബോധ്യപ്പെടുത്താനുള്ള ഒരു പരിശ്രമമാണ്. പക്ഷെ അത് വിജയിച്ചില്ല. മത്തായി 13 കളകളുടെ ഉപമ വായിക്കുമ്പോൾ ശത്രു വന്ന് കള വിതച്ചു. അത് തിരിച്ചറിയുന്ന കൃഷിക്കാരൻ ഉടമസ്ഥൻ അപ്പം തന്നെ നശിപ്പിക്കാനല്ല പറയുന്നത്, അവിടെ നിൽക്കട്ടെ, കൊയ്ത്തുകാലം വരെ അത് വളരട്ടെ. കണ്ടോ? അതിനെ അന്നേരം നശിപ്പിക്കുകയല്ല.
ഇപ്പൊ തിന്മ കാണുന്നിടത്ത് അപ്പോഴേ നശിപ്പിച്ച് വിധിച്ച് മാറ്റിവെച്ച് തീർക്കുകയല്ല. ദീർഘക്ഷമ കാണിക്കുന്ന പത്ത് പറയുന്നില്ലേ, ദൈവം നമ്മൾ ദീർഘക്ഷമ കാണിക്കുന്നത് നമുക്ക് അനുദപിച്ച് തിരിച്ചു ഒരു അവസരം കിട്ടാൻ വേണ്ടിയിട്ടാണ്. ചതഞ്ഞ ഞാങ്ങനെ ഒടിക്കുകയില്ല, പുകയിൽ കെടുത്തുകയില്ല എന്നുള്ളത് നമ്മൾ മത്തായി 12 കണ്ടതാണ്. ഇതെല്ലാം വിധിക്കാതെ സ്നേഹത്തോടെ തെറ്റ് ചെയ്യുന്നവർ നോക്കി നിൽക്കുന്ന ദൈവത്തിൻ്റെ ചിത്രമാണ്. രണ്ടാമത്തെ കാര്യം അത്. മൂന്നാമത്തേത്, അങ്ങനെ തെറ്റ് ചെയ്തു പോയ വ്യക്തി ദൈവത്തെ അകന്നു പോയിട്ട് എന്തെങ്കിലും ദൈവത്തിൻ്റെ പക്കൽ തിരിഞ്ഞിട്ട് അപ്പാ തെറ്റിപ്പോയി എന്നൊരു നോട്ടം കൊടുത്താൽ മതി, അപ്പോഴേ ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ച് സ്വീകരിക്കുന്നത് മാത്രമല്ല, നമ്മൾ നഷ്ടപ്പെടുത്തിയ മുഴുവൻ സ്വന്തം ചെലവിൽ നികത്തി എടുത്ത് നമ്മൾ സ്വന്തമാക്കാൻ നോക്കുന്നൊരു അപ്പൻ, തോർത്തവത്തിൻ്റെ അപ്പൻ. അവൻ തിരിച്ചു ഒരു മകനെ വെച്ച് തന്നെ കണ്ട് ഓടിച്ച് കെട്ടിപ്പിടിച്ചു. അവൻ നഷ്ടപ്പെടുത്തിയത് മുഴുവനും മേൽത്തരം, വസ്ത്രം, ആഭരണം, ചെരുപ്പ്, കൊഴുത്ത കാളക്കൂട്ടേക്കൊന്ന് വിരുന്ന് എല്ലാം അപ്പൻ്റെ ചെലവിൽ കൊടുത്ത് പൊക്കിയെടുക്കുകയാണ്. കൊരിന്ത്യർ സഭയുടെ 2-ാം ലേഖനത്തിന്റെ 5-ാം അധ്യായത്തിന്റെ 19, 20, 21 വാക്യങ്ങൾ വായിക്കുമ്പോൾ കാണാം, പൗലോസ് അപ്പോസ്തലൻ പഠിപ്പിക്കുകയാണ്, ദൈവം മനുഷ്യരുടെ തെറ്റുകൾ അവർക്കെതിരെ പരിഗണിക്കാതെ പാപം അറിയാത്തവനെ പരിഹാരം ബലിയാക്കി. 19 ആദ്യവും 21 അവസാനം ചേർത്ത് ചുരുക്കം അറിയാം. നമ്മുടെ പാപങ്ങൾ താൻ ഏറ്റെടുത്തു, തന്റെ പുത്രനെ പാപം അറിയാത്തവനെ പരിഹാരം ബലിയാക്കി. പരിഹാരം ദൈവം ചെയ്തുകൊണ്ട് നമ്മളെ ചേർത്ത് പിടിക്കുന്ന ഒരു ദൈവം, ഒരപ്പൻ. ഈ 3 കാര്യങ്ങൾ സ്നേഹമുള്ളവർ നമ്മൾ ദൈവത്തെ പറ്റി മനസ്സിലാക്കണം. ചുരുങ്ങിയ വാക്കുകൾ പറയുമ്പോൾ ഈശോ പിതാവിനെ വെളിപ്പെടുത്തി നമുക്ക് ഇട്ടിരിക്കുന്ന ദൈവചിത്രത്തിന്റെ 3 കാര്യങ്ങളാണ്. നമ്മുടെ സ്വാതന്ത്ര്യം ദൈവം തന്നെ എപ്പോഴും മാനിക്കുന്ന ഒരു ദൈവം. പാപം ചെയ്ത് അവിടുത്തെ വേദനിപ്പിക്കാനും പുറപ്പെടുത്താനും പോലും അനുവദിക്കാൻ മാത്രം സ്നേഹിക്കുന്ന ഒരു ദൈവം. 2, എത്ര പാപം ചെയ്താലും കുറ്റം വിധിക്കാതെ പുറകെ കണ്ടുകിട്ടുവോളം തേടി വരുന്ന ഒരു ദൈവം. കുറ്റം വിധിക്കുന്നില്ല, വെറുക്കുന്നില്ല, ഉപേക്ഷിക്കുന്നില്ല. 3, എപ്പോഴെങ്കിലും നമ്മൾ തെറ്റ് തിരിച്ചറിഞ്ഞ് അപ്പാന്നൊന്ന് വിളിച്ചാൽ കണ്ടില്ലേ, കൈ നീട്ടി പിടിക്കുക ദിവസം മുഴുവനും. അപ്പോഴേ വാരിപ്പുളന്ന് എടുത്തിട്ട് നമ്മൾ കളഞ്ഞു കുളിച്ചത് മുഴുവനും തൻ്റെ സമൃദ്ധിയിൽ നിന്നും തന്ന് നമ്മൾ വീണ്ടും അവിടത്തേക്ക് ചേർന്ന മോനും മോളും ആക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന ഒരു ദൈവം. ഈ തമ്പുരാനെ നമ്മളൊന്ന് തിരിച്ചറിഞ്ഞ്, ഇതാണ് നമ്മുടെ ദൈവം. ഈ പിതാവിനെ ആരും അറിയുന്നില്ല എന്ന് സങ്കടം പറഞ്ഞില്ലേ? ലൂക്കാ 10:22 വാക്യം. പുത്രൻ മാത്രമേ അറിയുന്നുള്ളൂ. ആ പുത്രനാണ് ഈ പിതാവിൻ്റെ സ്വഭാവം മുഴുവൻ വെളിപ്പെടുത്താൻ നോക്കുന്നത്. പുത്രൻ വെളിപ്പെടുന്ന ആര് സ്വീകരിക്കുന്നു അവരറിയും എന്ന് ഈശോ പറയുകയാണ്. നമുക്ക് ഈ പിതാവിനെ അറിയണം. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം എൻ്റെ ജീവിതത്തിൽ പൂജിതമാകണം എന്ന് അറിഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കാൻ നമുക്ക് സാധിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ ഈശോമിശിഹായുടെ സമൃദ്ധമായ കൃപയും അനുഗ്രഹങ്ങളും പിതാവായ ദൈവത്തിൻ്റെ അവർണ്ണനീയമായ സ്നേഹവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ നിരന്തരമായ സാന്നിധ്യ സഹവാസ സംഘമുള്ള സഹോദരങ്ങളെ അവരോടത്തോട് കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.